ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ, ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ആദ്യമേ തന്നെ നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് ലേശം എണ്ണ ഒഴിക്കാമേ. അത് കഴിഞ്ഞിട്ട് പട്ട, ഗ്രാമ്പൂ, കശുവണ്ടി ചേർത്ത് കൊടുക്കാമേ. കൂട്ടത്തിൽ സവോളയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാമേ. പിന്നെ ഒരു 8-9 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്ക് ഇളക്കിയെടുക്കാമേ. ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു 20-25 ചെറുള്ളി നല്ലപോലെ അരച്ചെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്ക് ഇളക്കിയെടുക്കാമേ. പിന്നെ അതിലോട്ട് ഒരു 3 പാക്കറ്റ് ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് അതും നമുക്ക് ഒന്നിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ അതിലോട്ട് ചേർത്ത് അതും കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കാമേ. പിന്നെ ഒരു പാക്കറ്റ് തൈരും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാമേ. പിന്നെ തൈര് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. പിന്നെ 8 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം 8 ഗ്ലാസ് അരിക്ക് 16 ഗ്ലാസ് വെള്ളമാണ്. ആ അളവിൽ വേണം നമ്മൾ എടുക്കാനൊക്കെ. അതും കൂടെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കാമേ. പിന്നെ അത് നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തിളയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞ് 8 ഗ്ലാസ് അരി നമ്മൾ കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവേ. പിന്നെ ആവശ്യത്തിന് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് അടച്ചു വെക്കാമേ. എന്നിട്ട് ഒരു 20 മിനിറ്റ് ചോറ് വെന്ത് കഴിയുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് കൊത്തമല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് പിന്നെ എടുക്കുന്നത് പെരിയമ്മയാണ്. പിന്നെ പെരിയമ്മ അത് തുറന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.